ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റിൽ സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ച് വിശേഷിച്ച് തീരദേശവാസികളോട് ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും തോട്ടപ്പള്ളിയിലും അടക്കം കഴിഞ്ഞ നാളുകളിൽ നടന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ഥാനാർത്ഥികളുടെ നിലപാട്? സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം ആലപ്പുഴയിൽ നടന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു. കാലാകാലങ്ങളിൽ ഇവിടുത്തെ തീരദേശത്തു നിന്നും മണൽ നീക്കം ചെയ്യുന്നതിനെ വന്നിരുന്ന നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് 2004 മുതൽ അദ്ദേഹം MLA ആയിരുന്ന കാലഘട്ടത്തിലും MP ആയിരുന്ന കാലഘട്ടത്തിലും എല്ലാം ഇവിടുത്തെ കരിമണൽ നീക്കത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, അദ്ദേഹം അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും സമരങ്ങളിൽ പങ്കാളിയാവുകയും ഈ CMRL കമ്പനി ഉടമയായ കരിമണൽ കർത്തയിൽ നിന്നും ഒരു സേവനം അല്ലെങ്കിൽ ഒരു നയ പൈസ കൈപ്പറ്റിയിട്ടില്ലാത്ത, അദ്ദേഹത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ച നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ. അദ്ദേഹം ആ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുകൂടിയും കഴിഞ്ഞ ദിവസം BJPയുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത ശോഭ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ അടിസ്ഥാനരഹിതമായ അപകീർത്തികരമായ നിരവധി ആരോപണങ്ങൾ, അതായത് ഈ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ കെ സി വേണുഗോപാലാണ് അതിന് ഉത്തരവാദി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പരാമർശം, അത് CPM-ഉം BJP-യും തമ്മിലുള്ള വലിയ ഒരു അന്തർധാര അല്ലെങ്കിൽ അവർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ CPM-ഉം BJP-യും കൈകോർത്ത് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ശോഭ സുരേന്ദ്രൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതുവരെ ഇവിടുത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് എന്ന് ആരിഫ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇവിടെ തീരദേശത്ത് നിന്നും മണൽ ഖനനം ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന കാര്യം ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. അനുകൂലിക്കുന്നില്ല എങ്കിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ മറവിൽ നടത്തിയിട്ടുള്ള ഈ മണൽ കൊള്ള അല്ലെങ്കിൽ അനുകൂലമായ കമ്പനികൾക്ക് അനുകൂലമായി സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ തള്ളിപ്പറയാൻ ആരിഫ് തയ്യാറാണോ എന്ന് ഈ രണ്ട് കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണം. ഞാനൊരു മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ഇത് അകത്തും പുറത്തും ഉന്നയിച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഏറ്റവും ശക്തമായ പിന്തുണ തന്ന പാർട്ടിയിലെ നേതാക്കളിൽ ഒരാൾ മുന്നിലുണ്ടായിരുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. അദ്ദേഹം ദേശീയ തലത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തിരക്കിനിടയിലും ഡൽഹിയിൽ നിന്നും എന്നെ വിളിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കടുകുമണിയോളം വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നും സധൈര്യം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നത് മാത്രമല്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എന്നെ വേട്ടയാടിയിരുന്ന സമയത്ത് പരസ്യമായി തന്നെ എന്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ സുതാര്യമായ നിലപാട് സ്വീകരിക്കുകയും അതിശക്തമായി ഈ പോരാട്ടത്തിന് പിന്തുണ നൽകുകയും ചെയ്ത കെ സി വേണുഗോപാലിനെതിരെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ശ്രീ ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നിയമപരമായി നേരിടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോടതിയിൽ ക്രിമിനൽ ഡിഫോമേഷൻ കേസ് നൽകിയിട്ടുണ്ട്. അതുമായി അത് നിയമപരമായി രാഷ്ട്രീയപരമായി ഇതിനെ തുറന്നു കാണിച്ച് മുന്നോട്ട് പോകും. ഇവിടെ കരിമണൽ ഖനനത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയതിന് അനുകൂലിക്കുന്നുണ്ടോ എന്നുകൂടി ആരിഫ് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.